പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തൊക്കെയാണ് വിവാദങ്ങൾ എന്നുള്ള നിലയിൽ എന്ന് ഞാൻ പൊതുവെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ കെ രാഗേഷ്, അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായി പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ പിണറായി വിജയനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ പുകഴ്ത്തി അയാളുടെ സമനില തെറ്റിയ സമയത്ത് അയാൾ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് സഹജീവികൾക്കായി കത്തിയെരിയുന്ന സൂര്യൻ എന്നാണ് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത്. അതായത് സഹജീവികൾക്കായി കത്തിയെരിയുന്ന ഒരു സൂര്യനാണ് പോലും പിണറായി വിജയൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടിയെത്തും. ഞാൻ അന്നത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയാനുമല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഈ കെ രാഗേഷിൻ്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് പ്രമുഖ മാധ്യമപ്രവർത്തകനും കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള ശ്രീമൻ ജി ശക്തിധരൻ അദ്ദേഹം ഒരു ദിവസം 2 ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ആ പോസ്റ്റിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: സഹജീവികൾക്കായി കത്തിയിരിക്കുന്ന സൂര്യനോ ഒരു ആട്ടുന്നത് പോലെ. അതാണ് അതിൻ്റെ തലവാചകം. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുകയാണ്, പിണറായി വിജയനെ ഇന്ന് സ്തുതിച്ചെഴുതിയ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ഒരു വഴിപോക്കനല്ലല്ലോ. ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി പാർട്ടിക്ക് ജന്മം കൊടുത്തതോ ജീവൻ ബലിയർപ്പിച്ചതോ ആയ ഏതെങ്കിലും നേതാവിനെ കുറിച്ച് ഇങ്ങനെ എഴുതി കണ്ടിട്ടില്ല. കണ്ണൂരിലെ 100 കണക്കിന് രക്തസാക്ഷികളെ അപമാനിക്കുകയാണ് കെ രാഗേഷ്. ഇത്ര മൂഢനാണോ ഇയാൾ? ശക്തിധരൻ ചോദിക്കുകയാണ്. കേരളത്തിലെ എത്രയോ സവ്യസാചികളായ പുകൾപ്പെട്ട മഹാമേരുക്കളുടെ ജന്മനാടാണ് കണ്ണൂർ. തൂക്കുമരങ്ങൾക്ക് മുമ്പിൽ അടിപതറാതെ ശിരസ് കാണിച്ചു കൊടുത്ത യോദ്ധാക്കളുടെ മുന്നിൽ വെറും ഊച്ചാളി മാത്രമായി വിഹരിച്ച മനോനില തെറ്റിയ ഒരുത്തനെ AKGക്ക് മുകളിൽ വാഴിക്കാൻ ഒരു കെ രാഗേഷിനും അവൻ്റെ അച്ചിക്കും ഖജനാവ് തുറന്നു കിട്ടിയതാണോ? എടോ നൃശംസ, കാലം ഇങ്ങനെ ഒരാളെ കൊണ്ട് പറയിച്ചത്. എത്ര ശക്തമായ വാക്കുകളാണ് ആലോചിച്ച് നോക്കണം. തൂക്കുമരങ്ങൾക്ക് മുമ്പിൽ അടിപതറാതെ ശിരസ് കാണിച്ചു കൊടുത്ത യോദ്ധാക്കളുടെ മുന്നിൽ വെറും ഊച്ചാളി മാത്രമായി വിഹരിച്ച മനോനില തെറ്റിയ ഒരുത്തനെ AKGക്ക് മുകളിൽ വാഴിക്കാൻ കെ രാഗേഷിനും അവൻ്റെ അച്ചിക്കും ഖജനാവ് തുറന്നു കിട്ടിയതാണോ? എടോ നൃശംസ, കാലം ഇങ്ങനെ ഒരാളെ കൊണ്ട് പറയിച്ചത്. എന്നാലോചിച്ച് നോക്കൂ. ഈ ശക്തിധരനല്ലാതെ വേറെ ആർക്കാണ് ഇത്ര ശക്തമായ വാക്കുകളിൽ ഇങ്ങനെ വിമർശനം ഉന്നയിക്കാൻ കഴിയും? പിണറായി വിജയനെ കണ്ടാൽ ചുണ്ടിന്മേൽ വാൽ കുത്തി നിൽക്കുക എന്നത് KM എബ്രഹാംമാരുടെയും M ശിവശങ്കരന്മാരുടെയും ഡോക്ടർ ദിവ്യ എസ് അയ്യർമാരുടെയും നിയോഗമാണ്. ഈ നാടിൻ്റെ യശസ് ഉയർത്തിയ ഭരണാധികാരിയാണോ ഇയാൾ? അതോ മുഖ്യമന്ത്രിമാരിൽ കേരളം കണ്ട പ്രഥമ കമ്മ്യൂണിസ്റ്റ് അഴിമതി രാജാവോ? ശക്തിധരൻ ചോദിക്കുക. അയാളുടെ കൂടെ ശൃംഗാര വേഷധാരികളായി മതിച്ചു നടക്കാൻ എത്ര വേണമെങ്കിലും പെണ്ണുങ്ങളെ കിട്ടുമായിരിക്കും. പദവിയും പ്രതാപവും അവർക്ക് ഇഷ്ടം പോലെ ചാർത്തി കിട്ടിയെന്നും വരാം. 4 വർഷം അവിടെ കയറ്റിപ്പറ്റിയിട്ട് അവിടെ സൊറ പറഞ്ഞിരിക്കാൻ ഇണകളെ കണ്ടെത്തിയെന്നല്ലാതെ ഏതെങ്കിലും പദ്ധതിയുടെ വിജയത്തിന് എന്ത് സംഭാവനയാണ് രാഗേഷ് നൽകിയത്? അലച്ചു നോക്കണം. അയാൾ പറയുകയാണ് എന്താണ്, 4 വർഷം അവിടെ കയറിപ്പറ്റിയിട്ട് അവിടെ സൊറ പറഞ്ഞിരിക്കാൻ ഇണകളെ കണ്ടെത്തിയതല്ലാതെ ഏതെങ്കിലും പദ്ധതിയുടെ വിജയത്തിന് എന്ത് സംഭാവനയാണ് രാഗേഷ് ചെയ്തത്? ഇപ്പോൾ ഏതെങ്കിലും പദവിയിൽ വിരാജിക്കുന്ന ഒരാളെങ്കിലും ഭരണം മാറിയാൽ ഇനി അവിടെ കാണുമോ? കാക്ക മലർന്ന് പറക്കണം. കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഭരണതന്ത്രജ്ഞരിൽ ഒന്നാമൻ ആരാണ്? എൻ്റെ അഭിപ്രായത്തിൽ അത് പിണറായി വിജയൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. കേരളത്തിൽ അസാധ്യമായിരുന്ന തുടർഭരണത്തിൻ്റെ ബാലികേറാമല അനായാസം അതിജീവിക്കാൻ കഴിഞ്ഞ ആദ്യ ഭരണാധികാരി എന്ന തൂവൽ മാത്രം മതി പിണറായിക്ക് അത്തരത്തിൽ ഖ്യാതിയുടെ തൊപ്പി ചൂടി നടക്കാൻ. എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ പൂർത്തിയാണെന്ന് തോന്നുന്നു. പക്ഷേ അടുത്ത വാചകങ്ങൾ നമ്മൾ കേട്ടോണം. മാത്രമല്ല, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രിക്കും അത് ഏത് പക്ഷത്ത് നിന്നായാലും അത്തരമൊരു അവസരം ഇനി ലഭിക്കാനും ഇടയില്ല. അത്ര കലുഷിതവും മലീമസവുമായി ഭാവി കേരള രാഷ്ട്രീയം. അസൂയയും കുശുമ്പും മനുഷ്യപ്പറ്റില്ലായ്മയും അധികാരമോഹവും മുരത്ത വർഗീയതയും കുതികാൽ വിട്ടും തിമിർത്താടുമ്പോൾ കേരളത്തിൽ മൂല്യങ്ങൾ ഇനി ഒരു മരീചികയായി മാറും. പിണറായി വിജയന് തുടർഭരണത്തിൻ്റെ ചെങ്കോൾ സധൈര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് തന്നെ കേരള സമൂഹത്തിന് എന്തുമാത്രം മൂല്യശോഷണം സംഭവിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ശക്തിധരൻ പറയുകയാണ്. TP ചന്ദ്രശേഖരൻ്റെ വധം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി കേരളം തന്തയ്ക്ക് പിറക്കാത്തവരുടെ ഒരു സമൂഹമായി എന്നേ ഷണ്ടത്തം ബാധിച്ചതാണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ്.
ഇത്ര പൈശാചികമായ കൊല കേരളം ജന്മം കൊണ്ട നാട്, കേരളം ജന്മം കൊണ്ട ശേഷം നടാടെയായിരുന്നുവെങ്കിലും അതിനെതിരെ ജനരോഷത്തിന് ഒരു സോപ്പ് കുമിളയുടെ ആയുസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര കണ്ട് വികലമായ രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് കേരളം എടുത്തെറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ ബൗദ്ധിക ലോകം നിർലജ്ജം CPM-ന്റെ കണ്ണഞ്ചിക്കുന്ന ആത്തിയിൽ ഭ്രമിച്ച് വീണ് കഴിഞ്ഞിരിക്കുന്നു. TP വധവും MN വിജയൻ മാഷിനെതിരായിട്ടുള്ള വ്യക്തിഹത്യയും എത്രയെത്ര സാഹിത്യകാരന്മാരെ ലക്ഷാധിപതികളാക്കി. ചങ്ങാത്ത മുതലാളിത്തത്തോടുള്ള നാനാജാതി മതസ്ഥരുടെ പുണ്യ ആരാധനാലയങ്ങളുടെ പരിലാളനങ്ങളിൽ തൊട്ടുരുമി നിൽക്കുന്ന ഭൂമിയിൽ എങ്ങനെയാണ് ഇത്തരം ദുഷ്ട വ്യാഘ്രങ്ങൾക്ക് കടന്നുകൂടി സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിഞ്ഞത്? 2012 മെയ് 4 രാത്രി സംഭവിച്ചത് 12 വർഷത്തിന് ശേഷം ഫ്ലാഷ് ബാക്കിൽ കണ്ടു നോക്കൂ. അദ്ദേഹം അതിരൂക്ഷമായിട്ടുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയാണ്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, അത് വെച്ചാൽ ഒരാളും വിമർശിക്കാൻ ധൈര്യം കാണിക്കാത്ത അത്ര രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, ചങ്ങാത്ത അത് ഞാൻ പറഞ്ഞു, ആരാണ് കൊല്ലപ്പെട്ടതെന്ന് തത്സമയം തന്നെ ലോകത്തിന് ബോധ്യപ്പെട്ടു. വാടക കൊലയാളികളാണ് ഹിംസ നടത്തിയതെന്നും ആ കൊലയാളികൾക്ക് കൊല്ലപ്പെട്ടവനുമായി ഒരിക്കൽ പോലും പരിചയമില്ലെന്നും അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം ബോധ്യമായതാണ്. പക്ഷേ കൊല്ലിച്ചവരെ തൊടാൻ അന്നത്തെ ഭരണ നേതൃത്വം മനഃപൂർവ്വം അനങ്ങിയില്ല. ഇനഫ് ഈസ് ഇനഫ് എന്നതായിരുന്നു വാടക കൊലയാളികളെ മിക്കവാറും അകത്താക്കിയപ്പോൾ ഭരണ നേതൃത്വത്തിൻ്റെ നിലപാട്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് പോയാൽ പ്രത്യാഘാതം ഗുരുതരമാകും എന്നതായിരുന്നു ഭരണ നേതൃത്വത്തിൻ്റെ ഭയം. അതുകൊണ്ട് ആ വാടക കൊലയാളികളെ അയച്ചവർ ഇന്നും സസുഖം വാഴുന്നു, ഒരന്വേഷണവുമില്ല. എനിക്ക് എന്നെങ്കിലും ഒരു സത്യം വിളിച്ചു പറയാനിരിക്കാനാവില്ല. യഥാർത്ഥത്തിൽ ആ ഓപ്പറേഷനിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് തുലവും തുച്ഛമായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? ഭീരുവായിരുന്നു ഉമ്മൻചാണ്ടി. അധികാരത്തിന് ദണ്ടുപയോഗിക്കാൻ ദുർബലനായ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. TP കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് തന്നെ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ വിന്യസിച്ചിരുന്ന സേനയിലെ രാഷ്ട്രീയ പ്രവർത്തകരെയും CPM അംഗങ്ങളുടെയും കൃത്യമായിട്ടുള്ള പട്ടിക കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് ചന്ദ്രശേഖരൻ നൽകിയിരുന്നു. അതൊന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കണക്കിലെടുത്തില്ല. CPM-ന് രൗദ്രത തിരിച്ചറിയാത്ത അപ്പാവിയായിരുന്നു ഉമ്മൻചാണ്ടി. അതിനുശേഷം അദ്ദേഹം സരിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നു. അവസാനമായി അദ്ദേഹം പറയുന്നതാണ്, കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ മുഖം നോക്കിയാൽ മുമ്പ് ഒരു കാലത്തും ഇല്ലാത്ത അമ്പരപ്പ് കാണാം. അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്ന പ്രതീതിയാണ്. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും മുഖങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ചോദിക്കുകയാണ്. TP കൊല്ലപ്പെടുന്നതിന് പിന്നാലെ പോലീസിനെ കാട്ടിയ ധീരതയും അർപ്പണബോധവും സൈനിക മുറയും അന്വേഷണ മികവും അതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് കാട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ TP-യെ പിണറായി വിജയനും പ്രാദേശിക നേതാക്കളും ഭീഷണിപ്പെടുത്തിയ തരത്തിൽ തന്നെ പൈശാചികമായി കശാപ്പ് ചെയ്യപ്പെടുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CPM-ൽ കുറ്റവാസന ഉള്ളവരെ എങ്ങനെയാണ് പരിശീലിപ്പിച്ച് കാട്ടാളിന് തുല്യമാക്കുന്നതിൻ്റെ ബാലപാഠം പോലും മനസ്സിലാകാത്ത ശിശുവായിരുന്നു ഉമ്മൻചാണ്ടി. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിൽ നെല്ലിടയ്ക്കെങ്കിലും രക്ഷപ്പെട്ടത് VS മാത്രമാണ്. പക്ഷേ അങ്ങനെ ഉടലനക്കാനാകാത്ത ഒരു ആയുസ് കിട്ടിയത് കൊണ്ട് എന്ത് ഗുണം? VS-ന്റെ ശരീരത്തിലേക്ക് കയറ്റിയ ഔഷധങ്ങളുടെ ചെരിതെറ്റുകളെക്കുറിച്ച് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ മനസ്സ് പിടികിട്ടാത്ത എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് എന്നെ സംശയം ജനിപ്പിച്ചത് ഈ അനുഭവങ്ങളിൽ നിന്നാണ്. ഇത്രയും സ്ഥലം മതിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിരൂക്ഷമായി ഈ KK രാഗേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിണറായി വിജയൻ്റെ കോടാലിക്കൈയെ വിമർശിച്ചുകൊണ്ടാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. KK രാഗേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂടുതാങ്ങി എന്താ പറയുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കത്തിയെരിയുകയാണ് പോലും ആരുടെ? പിണറായി വിജയൻ്റെ. അതായത് എന്താ അയാൾ പറയുന്നത്? സഹജീവികൾക്കായി കത്തിയെരിയുന്ന സൂര്യൻ. അപ്പോൾ എത്ര രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് G ശക്തിധരൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. KK രാഗേഷ് നടത്തുന്ന ഈ വൃഥാ വ്യായാമം അത് കേരളത്തിലെ മുഴുവൻ പാർട്ടി അണികൾക്കും ബോധ്യമാകും എന്ന് നമുക്ക് ഉറപ്പാണ്. അത് ബോധ്യമാകാൻ വേണ്ടി ഈ G ശക്തിധരൻ്റെ ഈ പോസ്റ്റ് സഹായകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.